ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ക്യാബേജ് തോരനാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്യാബേജ് വേണം. പിന്നെ വരുന്നത് ഇഞ്ചി കഷ്ണമാണ്. ഇഞ്ചി ചെറിയൊരു പീസ് മതി കേട്ടോ. പിന്നെ വരുന്നത് തേങ്ങ. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ചിലർക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടാവും, നോക്കിയിട്ടെടുത്താൽ മതി. പിന്നെ വരുന്നത് വേപ്പിലയാണ്. പിന്നെ വരുന്നത് സവോള. സവോളയും ക്യാരറ്റൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഉണ്ടോ, ഇതുപോലെ നല്ലോണം ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കാരണം എന്ന് വെച്ചാൽ കട്ട് ചെയ്ത് നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുക്കിംഗ് ചെയ്യാനായിട്ട് ഈസിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ. പിന്നെ വരുന്നത് ക്യാബേജാണ്. ക്യാബേജ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ഹാഫ് എടുത്തിട്ടുള്ളൂ. കാരണം അരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരുപാടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പകുതി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് പച്ചമുളകാണ്. നല്ല എരിവുള്ള മുളകാണ്. പിന്നെ ഇത് കണ്ടോ, ക്യാരറ്റ്, ക്യാബേജ്, സവോള, തേങ്ങ, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, കടുക്, വെളിച്ചെണ്ണ, കൊല്ലമുളക്, ഉപ്പ്. ഇത്ര ഐറ്റംസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ നമ്മൾ മിക്സ് ചെയ്യാൻ തുടങ്ങുകയാണ്. ക്യാബേജ് ഇട്ട് കൊടുത്തു. ആദ്യം തന്നെ പിന്നെ സവാള ഇട്ട് കൊടുത്തു. പിന്നെ ക്യാരറ്റ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരിതാണ്, നല്ല ടേസ്റ്റുമാണ്. പിന്നെ വരുന്നത് തേങ്ങയാണ്. തേങ്ങ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഓപ്ഷണലാണെന്ന്. ഇഷ്ടമുള്ളവർക്ക് ഇടാം, അല്ലാത്തവർക്ക് വേണമെന്നില്ല. പിന്നെ വരുന്നത് പച്ചമുളകാണ്. റൗണ്ടിൽ കട്ട് ചെയ്തതാണ്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇഞ്ചി, പിന്നെ വേപ്പില ഞാനൊരു 2 തണ്ടെടുത്തിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇതിങ്ങനെ കീറിയിട്ട് നല്ലോണം കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ അതിലേക്ക് പിടിക്കും. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, കീറിയിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്തിരി ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം, ആവശ്യത്തിന് കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെല്ലാ ഫ്ലേവറും കൂടി അതിനകത്തേക്ക് നല്ല ഇതിൽ പിടിക്കും. നല്ലോണം മിക്സ് ചെയ്യണം. ആ ടൈം കൊണ്ട് തന്നെ നമുക്ക് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ വരുന്നത് വേപ്പിലയാണ്. കടുക് പൊട്ടുമ്പോൾ വേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ കൊല്ലമുളകും കൂടി ഇങ്ങനെ കീറി ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ
നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജ് അത് ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുണ്ടോ, എന്നിട്ടത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യണം. ഒരു 4 മിനിറ്റെങ്കിലും നമ്മൾ ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കണം. അപ്പോഴേ അത് കറക്റ്റ് സെറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഓവർ കുക്ക്ഡ് ആവേണ്ട ആവശ്യമില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം.